ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെ മന്ത്രി വി എൻ വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. മെഡിക്കൽ കോളേജിന്റെ HDS ഫണ്ടിൽ നിന്നും അടിയന്തര ധനസഹായമായി സംസ്കാര ചടങ്ങുകൾക്ക് മറ്റുമായി 1.5 ലക്ഷം രൂപയോളം മന്ത്രി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നു. മന്ത്രി വന്നപ്പോൾ കുടുംബാംഗങ്ങൾ അവരുടെ ആവശ്യം അറിയിച്ചിരുന്നു. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായ കാര്യമെന്ന് പറയുന്നത് മകൾ നവമിയുടെ ചികിത്സയാണ്. മകൾ നവമിയുടെ ചികിത്സയ്ക്കായുള്ള എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മകന് താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി അതും നൽകുമെന്നും മന്ത്രി ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു. അതിനുശേഷം ഈ കളക്ടർ റിപ്പോർട്ട് നൽകുന്നതനുസരിച്ച് ഈ മാസം 11-ാം തീയതി ക്യാബിനറ്റ് യോഗം ചേരും. അതിനുശേഷമാണ് എത്ര ധനസഹായം ഈ കുടുംബത്തിന് നൽകണം എന്നൊരു കാര്യത്തിൽ തീരുമാനമാവുക. അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ ഭർത്താവ് വിസ്രുതനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പമുണ്ട് എന്നും സർക്കാർ കുടുംബത്തിന് ഒപ്പമുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരുന്നു. മന്ത്രി തൊട്ടടുത്ത ദിവസങ്ങളിലായി ഈ കുടുംബത്തെ സന്ദർശിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതാണ് ബിന്ദുവിന്റെ വീട്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടാണ്. പണി പൂർത്തിയാക്കാത്ത ഒരു വീടാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ബിന്ദു യാത്രയായിരിക്കുന്നത്. ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ജോലി അതുതന്നെയാണ് ഏറ്റവും പ്രാഥമികമായ കാര്യവും. കുടുംബക്കാർ പറയുന്നതും അതുതന്നെയാണ്. ബിന്ദു ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് മക്കൾക്ക് വേണ്ടിയാണ്. മക്കളെ ഒരു നിലയിലെത്തിക്കുക, ബിന്ദുവിന്റെ ആഗ്രഹം പോലെ തന്നെ മക്കളെ ഒരു നിലയിലെത്തിക്കുക എന്നതാണ് ഈ എല്ലാവരുടെയും പ്രാഥമികമായ ഒരു കാര്യം. ക്യാമറമാൻ ആന്റണി ഗിരിഗിരിക്കൊപ്പം സ്നേഹമുള്ള മാതൃഭൂമി ന്യൂസ്, കോട്ടയം.